ഹലോ ഗീസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. മൂവിയുടെ പേര് കറുപ്പ്. ആരാണ് സ്റ്റാറിങ്ങിലുള്ളത്? സൂര്യൻ തൃഷയാണ് നായകൻ നായികയായിട്ട് വരുന്നത്. പിന്നെ RJ ബാലാജിയാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു സൂര്യ ഫാൻ ഉണ്ട്. അപ്പോൾ അയാളോട് നമുക്ക് ചോദിച്ചു നോക്കാം. എന്ത് പറയാനാ, ട്രെയിലർ അണ്ണൻ തൂക്കുന്നാണ് ഒരു പ്രതീക്ഷ. നമുക്ക് നേരെ വീഡിയോ കാണാം. നീതി വേണ്ടും, നീതി വേണ്ടും, നീതി തുറയ്ക്കാൻ നീതി വേണ്ടും. இவங்கள பாதி பேர் லாயரே கிடையாது. பேபி கண்ணனோட கட்ட பஞ்சாயத்து டீம். இப்படியே எத்தனை நாள் இருக்க போற? ஒரு நாள் இந்த இடம் மாறாமையா போகும். இது என் இடம், என் கோட். கடவுளே வந்தால் எதுவும் മാറ്റ முடியாது. RJ ബാലാജി ആയിരിക്കില്ലേ ബേബി കണ്ണൻ എന്ന് പറഞ്ഞത്? അയാളെ കോട്ടയില് സൂര്യ വരുന്നതായിട്ടായിരിക്കുമോ? അങ്ങനെ ആവാം. ഇയാൾ കുറച്ച് മോശമായിരിക്കും വക്കീല്. അങ്ങനെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളം മൂവി മുകുന്ദൻ ഉണ്ണിയിലുള്ള വിനീത് ശ്രീനിവാസന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതേ ഒരു ശൈലിയിലുള്ള വക്കീലായിരിക്കും. എന്ത് കാരണം കൊണ്ടായാലും അയാൾക്ക് രക്ഷപ്പെടണം, അയാൾക്ക് നന്നാവണം, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആള്. പൈസ ഉണ്ടാക്കണം, അങ്ങനെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഇയാളെ പ്രവൃത്തി. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സൂര്യ. പക്ഷെ സൂര്യനെ കാണിച്ചില്ല, നമുക്ക് ബാക്കി കാണാം. இதெல்லாம் சப்பு மேட்ரு சார். ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். அப்புறம் சார் வரலைங்க ஐயா. கேஸ் பாஸ்ட் ஆன் டு நெக்ஸ்ட் மந்த் செகண்ட். பினு ஃபீஸ் ட்ரான்ஸ்ஃபர் பண்ணிட்டியாமா? போலீஸ் தரப்புல இருந்து யாரும் வரலைங்க ஐயா. கேஸ் பாஸ்ட் ஆன் டு நெக்ஸ்ட் மந்த் 15th. நான் அந்த திருடங்கிட்டே வாங்கியாச்சு, இவங்க கிட்ட வாங்க முடியல. பெரிய புடிக்கியா நீ யார் வச்சு இனிமே இந்த கேஸ் நடத்துறேன்னா അതായത് RJ ബാലാജി കേസ് എടുത്തിട്ട് പിന്നെ വരാൻ വേണ്ടി നിൽക്കൂലെന്ന് തോന്നുന്നു. ഇങ്ങനെ മാറ്റി വെച്ച് പോവുമായിരിക്കും. എന്നിട്ട് ഓപ്പോസിറ്റ് നിന്ന് പൈസ വാങ്ങുമായിരിക്കും. എന്നിട്ട് ഇതൊപ്പരത്ത് പാങ്ങളായിരിക്കും. ഇതേപോലത്തെ കേസെല്ലാം ഒതുക്കി തീർത്ത് അവൻ വിടുമായിരിക്കും പൈസ വാങ്ങിയിട്ട്. ഈ പാങ്ങളെ സാധിക്കൂല. എന്തായാലും അടുത്ത സൂര്യയുടെ ക്യാരക്ടറും കൂടെ നമുക്ക് നോക്കാം. ஆமா, நீங்க யாரு? உங்களை இந்த கோட்ல நான் பார்த்ததே இல்லையே. വാ കറുപ്പ്. വാ കറുപ്പെന്ന്. അപ്പൊ നേരത്തെ പരിചയം കാണും RJ ബാലാജിക്ക്. കാണുമായിരിക്കും. പക്ഷെ ഇതൊരു ഗോട്ട് എന്ന് വെച്ചാൽ ഒരു ദൈവത്തിന്റെയും ഇതുമായിട്ട് മിസ് ചെയ്ത് കിടക്കുന്ന ഒരു കഥ പോലെയാണ് തോന്നുന്നു. എനിക്ക് അതങ്ങനെ തോന്നുന്നില്ല. ഇവന്റെ കാരണം സൂര്യക്ക് പണി കിട്ടി കാണും. RJ ബാലാജിയുടെ കാരണം സൂര്യക്ക് പണ്ട് പണി കിട്ടി കാണും. അതുകൊണ്ടായിരിക്കും ഈ ഫീൽഡെ വിട്ടിട്ട് പോയത്. പിന്നെ വരുന്നതായിരിക്കും. ഇപ്പം പിന്നെ ആൾക്കാർ ഇതൊക്കെ ബുദ്ധിമുട്ടിലാക്കിയോണ്ട് ഇവൻ ആക്കണോണ്ട് തിരിച്ചു വന്നായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു ഇതായിരിക്കും. നോക്കാം എന്തായാലും. വാ കറുപ്പ്. വെൽക്കം. கொஞ்ச நாள் இல்ல பயம் விட்டு போச்சு. நான் யார்கிட்டயும் சொல்ல மாட்டேன். ഞാൻ പറഞ്ഞ തന്നെ കൊഞ്ച നാളിലെ ഭയം വിട്ട് പോച്ച്. അതായത് കുറച്ചു കാലം ഇവ ഇല്ലായിരുന്നു. അപ്പം അവൻ പിന്നെയും അതെ പണ്ടത്തെ പരിപാടിയിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. ചിലപ്പോ ഇവയാളെ വക്കീലായിരിക്കും, പുറത്ത് ഫൈറ്റ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു റൗഡിനെ പോലെ നടക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ റൗഡി വക്കീലായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. കിട്ടുന്നവരെ പിടിച്ചിട്ട് ഇടിക്കുകയും ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് മാസൊക്കെ വേണ്ടേ? സൂര്യക്ക് മാസം ഇപ്പം തീരെ കുറവാണ്. വല്ലപ്പോഴേക്കും ഒരു പടത്ത് കണ്ടായി. പിന്നെ സൂര്യന്റെ മാസ് അതുപോലത്തെ ആ ലുക്ക് എല്ലാം പൊളിയാണ്. എന്തായാലും ബാക്കിയും കൂടെ നോക്കാം. ஹாய் ஹாய். இந்த மாதிரி நேரத்துல மனுஷனுக்கு மனுஷன் ஹெல்ப் பண்ணி தானே கடவுள் நம்மளை படைச்சிருக்கிறாரு. என்ன சொன்ன? கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாத்த முடியாதா? பார்த்துட்டேன்டா, ഇനിമേ സെമ്മ അടി അടിக்க പോறேன். സൂര്യനെ അവൻ തന്നെ ഒരു കടവുളം പോലെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അതെന്തായിരിക്കും? ചിലപ്പം നല്ല കട്ട റൗഡി ആയിരുന്നു പണ്ട്. അത് പോയിട്ട് എന്തെങ്കിലും സൂപ്പർ പവർ കൊടുത്ത എന്തെങ്കിലും ഇയാൾ ഭയങ്കര അടിക്കാനായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചിലപ്പം. എന്തായാലും എന്തോ എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. ഡയലോഗ് എല്ലാം കേട്ടിട്ട് ഒരു എന്തോ വച്ചുകെട്ടുകളെല്ലാം പറയുന്ന പോലെ തോന്നുന്നുണ്ട്. എന്നാലും മാസാണ്, ഫുള്ള് മാസാണ് ട്രെയിലർ. ഇത്ര സമയം കണ്ടിട്ട് എന്തായാലും ബാക്കി നോക്കാം. ஐயோ, வந்திருக்கிறது வெள்ளக்கார சாமி, அந்த கூட பாவம் கேட்கலாம். இது கருப்புடா, கருப்பண்ண சாமி. கண்டம் துண்டமா வெட்டி கசக்கி போட்டுடா. എല്ലാരും അവനെ സാമിയായിട്ടാണ് പറയുന്നത്. ആദ്യം മറ്റവൻ തന്നെ പറഞ്ഞ്, ഇപ്പം പിന്നെ ഇവൻ സാമി എന്ന് പറയുന്നത്. എന്താ സംഭവം? എന്താണ് സംഭവം? എന്തോ സംഭവം ഇറുക്ക്. പക്ഷെ എന്താണെന്ന് ഒരു പിടിയില്ല. ഒരു പിടികിട്ടാത്ത ഒരു ട്രെയിലർ ആയിട്ടാണ് പോയിട്ടിരിക്കുന്നത്. എന്തായാലും നോക്കാം. வேற பாய், என்ன பண்ண போற நீ இனிமே? கிரிக்கெட்ல கமெண்ட்ரி சொல்ற வேலைக்கு போறியா? அதுக்கு ஏதோ கிரிக்கெட் தெரியுமா? தம்பி பிகே, கையில துப்பாக்கி கிடைச்சா யார் என்னன்னு பார்க்காம நீட்டிடுவியோ? சம்பவம் லோடிங்.
സൂര്യ തന്നെ സൂര്യയോട് പറയുന്നത് അവൻ വലിയ സംഭവമാണെന്ന്, വേറൊരുത്തൻ പറയുന്നത് സൂര്യ ഭയങ്കര സംഭവമാണെന്ന്, ഇപ്പൊ തൃശ്ശയും പറയുന്നത് അവൻ എന്തോ വലിയ സംഭവമാണെന്ന്. എന്താണെന്ന് ഒരു പിടിയില്ല. എന്തായാലും ബിൽഡപ്പിന് മാത്രം ഒരു കുറവുമില്ല. എനിക്ക് തോന്നുന്നു ഗോഡായിരിക്കും, ദൈവം. പിന്നെ ചിരി നിർത്താൻ പറ്റൂല. അങ്ങനെ എനിക്ക് തോന്നുന്നു സൂര്യാണല്ലേ, അങ്ങനെ ചിലപ്പം കാണും, ചിലപ്പോ അങ്ങനെ വരാൻ ചാൻസ് എന്തായാലും മാസം കൂടി ഇന്ന് ഈ പടം പൊട്ടുമെന്ന് അറിഞ്ഞൂടാ. ഇത്രയും ദിവസം മാസം കുറഞ്ഞാണ് പൊട്ടിക്കൊണ്ടിരുന്നത്, ചിലപ്പോ ഈ മാസം കൂടി പൊട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. എന്നാലും ആ ജയബലജി ഉണ്ടല്ലോ, അയാളെ സൈഡ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ ട്രെയിലറില്. ആദ്യത്തെ മാസമൊന്നും ഇല്ല. എന്തായാലും കഥയിലെ ഏകദേശം ഒരു രൂപം എല്ലാവർക്കും മനസ്സിലാവണം. അതുകൊണ്ട് കഥയിൽ ഭയങ്കര ടെസ്റ്റ് ഒന്നും കാണൂല. ഇനി മേക്കിങ്ങും പിന്നെ കഥയുടെ ക്വാളിറ്റിയും വെച്ച് എങ്ങനെ നോക്കാം. സെറ്റാവും, മാസായിരിക്കും. എന്തായാലും ബാക്കി കൂടെ നോക്കാം. വെറുത്തനം വെറുത്തനം. തിരിച്ചിട്ടില്ല. எல்லாம் நம்ம அன்பான ஃபேன்ஸ்க்காக. എന്തായാലും അവ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. ഫാൻസിന് വേണ്ടി ഒന്ന് പോടെ ചിരിപ്പിക്കാതെ. ഫാൻസിന് വേണ്ടി മാത്രം ഇറക്കി ആരും കാണാൻ കാണൂല. അടിച്ചു തൂക്കും നമ്മള് ഈ വട്ടം അടിച്ചു തൂക്കും. ഫാൻസ് മാത്രം തൂക്കിയാ പൊങ്ങൂല. അത്രക്കുള്ള അവരൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് കുറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഒരു സമയത്ത് നമ്മൾ തൂക്കും. അതില്ല പൊട്ട്. ലാസ്റ്റ് ഒരു വിജയം, തിയേറ്റർ വിജയം വന്നിട്ട് എത്ര വർഷമായി? അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ട്രെയിലർ ആണ് വേണ്ടത്, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഒരു തിയേറ്റർ വിജയം വന്നിട്ട് ഏകദേശം 10 വർഷത്തിന് മുകളിലായിരുന്നു തോന്നുന്നു. 13 ആയുള്ളൂ. അങ്ങനെ കൊച്ചാക്കല്ലേ, 13 ആയുള്ളൂ. എന്നാലും അതിന്റെ അഹങ്കാരം ഒട്ടുമില്ല. എന്നാൽ നമ്മൾ എപ്പോഴും അൻപയർ ഫാൻസ് വേണ്ട. എന്തായാലും നമുക്ക് പിന്നെ കാണാം.